അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഓൺ വോയിസിലാണ് കേട്ടോ. വീട്ടിലുള്ള വോയിസല്ല, അപ്പം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എനിക്ക് ഉണ്ടാക്കണം. അപ്പം ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി. എന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ വറുത്തിട്ടാണ് കറി വെക്കുന്നത്. ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ എല്ലാത്തിനും സൺഫ്ലവർ ഓയിലായിട്ടോ എടുക്കാറ്. പിന്നെ സെറ്റപ്പ് ഒന്നുമില്ല, സൗണ്ടൊക്കെ കേൾക്കുന്നോന്ന് അറിയത്തില്ല. എണ്ണ ചൂടാക്കണം. ഒക്കെ കൊടുക്കാം. ഇത് കറി വെച്ചാലും ഇങ്ങനെ ഇതിനുള്ള അരി നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ജീരകശാലയും എടുത്തേക്കുന്നു. ഒറ്റ കൈ ഉള്ളതുകൊണ്ടെല്ലാം വീട്ടിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ മോനാട്ടോ. അത് ഹായ് പറഞ്ഞേക്കാം. ഇയാളാ സാധാരണ എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്. ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കുന്നതേ ഉള്ളൂ. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യുന്നില്ല, കറി വെക്കാനല്ലോ. വോയിസാടാ. പാട്ട് വിടാം. വോയിസൊക്കെ കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. നമുക്ക് സാധാരണ രീതിയിലുള്ള സെറ്റിങ്സ് ഒക്കെ ഉള്ളു. ചോളം കൊണ്ട് കുറഞ്ഞിരിക്കുന്നു. എൻ്റെ വീഡിയോസിനൊക്കെ കണ്ടിട്ടുണ്ടാവും.
ഇത് 2 കുട്ടികളാണ്, എൻ്റെ മോനാണ്. ഒരാളോടുണ്ട് കാണിച്ചത്. ഇവിടെ വരണ്ടതാ, പക്ഷെ എവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് കാണും, വേറെ ഒന്നും പോകത്തില്ല. റോഡ് സൈഡായതുകൊണ്ട് അങ്ങോട്ടും പോകത്തില്ല. ഇതാണ് എൻ്റെ മോള് പാത്തോ. എന്ത് തിന്നുന്നേ? എന്ത് തിന്നുന്നേ? കുഞ്ഞു ഇവിടെ നോക്കിയേ. കട്ടമ്പി. പിന്നെ ഇതുപോലെ ഷെഫൊന്നും അല്ല കേട്ടോ, നമ്മൾ വീട്ടിൽ അത്യാവശ്യത്തിന് ആരെങ്കിലുമൊക്കെ ഒന്ന് വന്നാൽ ഉണ്ടാക്കും, അതേ ഉള്ളൂ. ഒരു ദിവസം വീട്ടിൽ നിൽക്കുമ്പോഴേ ഉള്ളൂ. ചെറിയ വ്യത്യാസം മതിയെന്ന് തോന്നുന്നു. ഞാൻ നമ്മുടെ പാത്തോസ് ഇത് നോക്കുവാ. ഹായ് പറഞ്ഞേ, അവിടെ ഹായ് പറഞ്ഞേ, ഹായ് പറ. കൊള്ളാത്ത വെച്ചാണോ? ഹായ് പറഞ്ഞേ, ഹായ് പറ, ഹായ് പറ, ഹായ് പറയൂ. പറ. ഇവിടെ കുറച്ച് എണ്ണയ്ക്കകത്തായിട്ടോ ഇത് ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് എണ്ണ ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആകത്തില്ല. അതുകൊണ്ട് കുറച്ച് എണ്ണയിലാണ് കേട്ടോ ശരിക്കും മുറിച്ചിട്ട് വറുത്തെടുക്കുന്നത്. ഇതിന് മുമ്പിട്ടേക്കുന്ന വീഡിയോ ഒന്ന് കുറച്ച് ചിക്കനേ ഉള്ളായിരുന്നു. അപ്പം ആർക്കൊരു പരാതിയാണല്ലോ, എനിക്ക് പീസ് കിട്ടിയില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ചിക്കനിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ആയിട്ടേക്കുന്നത്. അതിന് കയറി ചെക്ക് ചെയ്യണേ. നമുക്ക് തുടങ്ങാം. ഞാൻ ഒരു ഉരുളിയാണ് കേട്ടോ. ഇത് നമ്മൾ ആ ചിക്കൻ പൊരിച്ച എണ്ണ കേട്ടോ. എനിക്കൊരബദ്ധം പറ്റി കൂട്ടുകാരെ, ഞാൻ ബാക്കി എടുത്ത വീഡിയോ എനിക്ക് കിട്ടിയില്ല കേട്ടോ, എല്ലാവരും ക്ഷമിക്കണം. ഇതിൻ്റെ ഹൈലൈറ്റ് നമുക്ക് കിട്ടിയില്ല. വീഡിയോ ഞാൻ പിടിച്ചത് ശരിയായില്ലെന്നല്ല, അത് ക്യാമറ ഓണല്ലായിരുന്നു. ഇതിൻ്റെ മസാല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഉള്ളിയും കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ അരച്ച കൂട്ടത്തിൽ നമ്മൾ കുറച്ച് തൈരും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് വേണ്ട ചിക്കൻ മസാലയും അല്ലാതുള്ള മസാലപ്പൊടിയെല്ലാം ചേർത്ത് നല്ലതായിട്ട് ചിക്കനും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് അതിൻ്റെ ആവശ്യത്തിന് വെള്ളം
വെള്ളമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം 3 ഗ്ലാസ് അരിയാണെങ്കിൽ അതിൽ 6 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് നന്നായിട്ട് നമ്മളിത് നെയ്യ് ഒഴിച്ച് പറ്റിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ചോറിന് വേണ്ട കുറച്ച് മസാല ഐറ്റംസ് ഇല്ലേ, കറുകപ്പട്ട, പിന്നെ ഈ എന്താണ് പട്ടയുടെ ഇലയില്ലേ, അങ്ങനെ കുറേ ഐറ്റംസ് ഈ ചോറിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വെച്ച് ഒന്ന് പറ്റണം നന്നായിട്ട്, എന്നാലേ ഇത് കറക്റ്റ് വേവാവുള്ളൂ. അപ്പം ചോറ് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുറ്റമാണ്. മുറ്റത്ത് മുകളിൽ കോവലാണ് പടർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിറയെ കോവയ്ക്ക പിടിക്കാറുണ്ട്. ഈ കുഞ്ഞു കോവയ്ക്ക ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ പച്ചയ്ക്ക് തിന്നാൻ നല്ല രസമാണ്. അപ്പോൾ ഞാനത് തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഒടുവിൽ കണ്ടുപിടിച്ചു ഗൈസ്, ഇതാട്ടോ. കേട്ടോ. പിന്നെ ചില സമയത്ത് പാത്തും ഇങ്ങനെ നമുക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കത്തില്ല, ഇങ്ങനെ കടന്നോടും. പിന്നെ എൻ്റെ വീട്ടിലെ കുറച്ച് ചെടികൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ. ആ ഉള്ള സ്ഥലത്ത് ഇഷ്ടം പോലെ ചെടികളും കുഞ്ഞു കുഞ്ഞു കൃഷികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അടുപ്പിലിരിക്കുന്ന ഐറ്റവും കൂടെ നോക്കണ്ടേ. അതിങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഇളക്കി ഇളക്കി നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ അത് ഇളക്കി ഇളക്കി അതും ഇടയ്ക്ക് നോക്കണം. പിന്നെ ഞാൻ ഇടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് വറ്റി വന്നാലേ നമ്മുടെ ഈ ചോറ് സെറ്റാകത്തുള്ളൂ കേട്ടോ. നന്നായിട്ട് വറ്റിയാലേ നമ്മുടെ കറക്റ്റ് നമ്മൾ ഈ ഇട്ട അരിക്കുള്ള വെള്ളം നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഈ വെള്ളം പറ്റുന്നതാണ് ഈ ചോറിൻ്റെ വേവിൻ്റെ കണക്ക്. അപ്പം നമ്മുടെ ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് വേവും.
അപ്പം എന്നാൽ പാത്തുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവൾ ആ ചോറ് സാധാരണ അങ്ങനെ കഴിക്കുന്നതല്ല, ഇട്ട് കൊടുത്ത ചോറുകൾ കഴിക്കുകയും ചെയ്ത്, എല്ല് പോലും വിടാതെ. അപ്പം നമ്മുടെ മുന്നാസിനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ചോറ്. പാപ്പുവേ, നമ്മുടെ പാപ്പുനും അപ്പം നമ്മുടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പാപ്പുവിന് നമ്മൾ ചെറിയൊരു കുഞ്ഞ് കയറിട്ട് ഈ കൂട് കെട്ടിയിടുന്നത് കേട്ടോ. എന്നാലും അവൻ കടിച്ച് ഇത് പൊട്ടിക്കാറുണ്ട്. എന്നാലും നമ്മൾ കെട്ടിയിടും. കാരണം എന്താ വെച്ചാൽ ഇയാൾ കൂട് തന്നെ തുറന്നിട്ട് പുറത്തിറങ്ങി നിൽക്കും. അപ്പോൾ ഈ പൂച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് പറന്ന് മേളിൽ കയറാനൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ കെട്ടിയിടും. അപ്പോൾ ഗൈസ്, ഞാനിത് ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.